മദ്രസകളിൽ ശ്രീരാമചരിതവും പഠനത്തിന്റെ ഭാഗമാക്കാൻ ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ്. ശ്രീരാമ ആശയങ്ങളും സന്ദേശങ്ങളും കുട്ടികളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനാണ് തീരുമാനം. 4 ജില്ലകളിലെ മദ്രസകളിൽ ഈ വർഷം മാർച്ച് മുതൽ പുതിയ കരിക്കുലം നടപ്പാക്കാനാണ് നീക്കം. പിന്നീട് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിന് കീഴിലുള്ള 117 മദ്രസകളിലേക്ക് പുതിയ പാഠ്യപദ്ധതി വ്യാപിപ്പിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ ഷദാബ് ഷംസ് പറയുന്നു. രാജ്യം മുഴുവൻ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠ ആഘോഷിച്ചു. ഈ അവസരത്തിലാണ് രാമനെക്കുറിച്ച് കുട്ടികൾക്കും അറിവ് നൽകണമെന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ശ്രീരാമൻ രാജ്യത്തിന്റെ നേതാവാണെന്നും ഇന്ത്യൻ മുസ്ലിം വിഭാഗം ശ്രീരാമനെ പിന്തുടരുന്നതിൽ തെറ്റില്ലെന്നും BJP നേതാവ് കൂടിയായ അദ്ദേഹം പറയുന്നു. ശ്രീരാമനെ പോലൊരു മകനെയും ലക്ഷ്മണനെ പോലൊരു സഹോദരനെയും സീതയെ പോലൊരു ഭാര്യയുമെല്ലാം ആരാണ് ആഗ്രഹിക്കാത്തതെന്നും ഷദാബ് ഷംസ് ചോദിക്കുന്നു. ശ്രീരാമ കഥകൾ കൂടി ഉൾപ്പെടുത്തി മാർച്ച് മുതൽ മദ്രസകളിൽ പഠനം ആരംഭിക്കും. പുതിയ പാഠ്യപദ്ധതി തുടക്കത്തിൽ ഡെറാഡൂൺ, ഹരിദ്വാർ, ഉദ്ധം സിംഗ് നഗർ, നൈനിറ്റാൾ ജില്ലകളിലെ മദ്രസകളിലാണ് നടപ്പാക്കുന്നത്. ഞങ്ങൾ അറബികളോ മംഗോളിയന്മാരോ അഫ്ഗാൻകാരോ അല്ല, ഞങ്ങൾ ഹിന്ദു മുസ്ലിങ്ങളാണ്. ഞങ്ങളുടെ കുട്ടികളെ നമ്മുടെ സ്വന്തം സംസ്കാരവും ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിക്കും, ഷദാബ് ഷംസ് പറഞ്ഞു. ഈ നീക്കത്തെ സമുദായാംഗങ്ങൾ എതിർത്താലോ എന്ന ചോദ്യത്തിന് തനിക്ക് ഭയമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എതിർപ്പിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ മുസ്ലിമായിട്ടും BJPയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഏറ്റവും ദുർബലരായവർ ശരിയാണെങ്കിൽ അവരെ വണങ്ങാൻ താൻ തയ്യാറാണ്. എത്ര ശക്തരാണെങ്കിലും തെറ്റിനെതിരെ നിൽക്കാൻ ഭയപ്പെടുന്നില്ല. ഉത്തരാഖണ്ഡ് വിദ്യാഭ്യാസ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നവീകരിച്ച സിലബസ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മദ്രസകളിൽ മാർച്ച് മുതൽ അവതരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്രസകളിൽ NCERT പുസ്തകങ്ങൾ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.